ഹായ് ഹലോ എവരി വൺ, ഐ ആം റുക്സാന അജ്മൽ. വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ക്യാരറ്റ് ലഡുവാണ്. നമ്മുടെ വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ ഈ ഒരു ക്യാരറ്റ് ലഡു റെഡിയാക്കാനായിട്ട് പറ്റും. യഥാർത്ഥ ക്യാരറ്റ് ലഡുവിൻ്റെ ടേസ്റ്റ് ഇത് തന്നെയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് സേവ് ചെയ്ത് വെക്കുക. പിന്നെ അതേപോലെ തന്നെ എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ പ്ലീസ് ആ തൊട്ട് താഴെ കിടക്കുന്ന ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് കാണും കേട്ടോ. കാരണം ഇല്ലേ, നമുക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ടേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി ഈ ലഡു പ്രിപ്പയർ ചെയ്യാനായിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് ഞാൻ പറയാം. ക്യാരറ്റ് മെയിനായിട്ട് വീട്ടിലുണ്ടായിരിക്കണം. ക്യാരറ്റ് ഇല്ലെങ്കിൽ ക്യാരറ്റ് ലഡു ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ല. അത് മെയിനായിട്ട് ഒരു 6 എണ്ണം ഉണ്ടായിരിക്കണം. അതിൻ്റെ തൊലിയെല്ലാം നീക്കം ചെയ്തതിന് ശേഷം ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു 5 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത്, കാഷ്യൂനട്ട്, കിസ്മിസ്, പിന്നെ 6 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഏലക്ക പൊടിച്ചത്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് റവയാണ്. റവ ഒരു 5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. നൗ ലെറ്റ്സ് മേക്ക് ലഡു. അപ്പം നമുക്കൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കാഷ്യൂനട്ട്, കിസ്മിസ് ഇവയെല്ലാം ഇട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഒരുപാട് അങ്ങ് ഫ്രൈ ആക്കി എടുക്കരുത്. കരിഞ്ഞു പോകുന്നതിന് മുന്നേ നമ്മൾ അതിൽ നിന്ന് കോരി എടുക്കേണ്ടതുണ്ട്. ജസ്റ്റ് കളറൊന്ന് ചേഞ്ച് ആയാൽ മാത്രം മതി. ഒരുപാട് ഫ്രൈ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പം നമുക്ക് നെയ്യിൽ നിന്നും കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ള അതേ നെയ്യിലേക്ക് നമ്മൾ മെഷർമെൻറ്റ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റവയും ഹാഫ് ഫ്രൈ ആക്കി എടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് വേണം ഇത് നമ്മൾ ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. ബ്രൗൺ കളർ ആകുന്നിടം വരെ വെയിറ്റ് ചെയ്യുകയൊന്നും വേണ്ട. അതിനുശേഷം നമ്മൾ അതിനകത്തേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് റവയും നെയ്യും എല്ലാം കൂടെ അതിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാൽപ്പൊടിയാണ്. ഞാനിതിലേക്ക് 5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ഗ്ലാസ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പാൽപ്പൊടി കയ്യിലില്ലാത്തവർ 1 ഗ്ലാസ് പാല് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. കാരണം അടിക്ക് പിടിക്കും. പിന്നെ അതേപോലെ തന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന പഞ്ചസാരയും കൂടെ ചേർത്ത് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പഞ്ചസാരയൊക്കെ നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവേ. ഇപ്പം നിങ്ങൾക്ക് നല്ല മധുരം വേണമെങ്കിൽ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ഇത്രയും ചേർത്തിട്ടുള്ളൂ. ലഡുവിനാകുമ്പോൾ അത്യാവശ്യം മധുരം വേണം. അപ്പോൾ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 10 ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചിരകിയതാണ്. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ റവയും തേങ്ങ ചിരകിയതും എല്ലാം കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് ക്യാരറ്റ് ലഡുവിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരുന്നത്. നമ്മൾ മുന്നേ ക്യാരറ്റ് ലഡു ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു കറക്റ്റ് ടേസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കിയപ്പോഴാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലേക്ക് പഞ്ചസാര കുറവായത് കാരണം 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ലിഡ് വെച്ചിട്ട് ഒന്ന് മൂടി വെക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നന്നായിട്ട് നെയ്യൊക്കെ അതിൽ പിടിച്ച് ഒന്ന് പറ്റി ആ ക്യാരറ്റ് നമ്മൾ ഉരുട്ടിയെടുക്കാനായിട്ടുള്ള ഒരു പരുവത്തിലെത്തുമ്പോഴത്തേക്കിനും നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ്. ഇപ്പോൾ ക്യാരറ്റ് ലഡുവിൻ്റെ കറക്റ്റ് പാകമായിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ, എന്താ ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാവുന്നതാണ്. ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ ഈ ഒരു ക്യാരറ്റ് ലഡുവിൻ്റെ കറക്റ്റ് ഷേപ്പിൽ റൗണ്ട് ചെയ്തെടുത്തതിന് ശേഷം കാഷ്യൂനട്ടും കിസ്മിസും ചേർത്ത് നല്ല ഷേപ്പിലാക്കി നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതൊരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതിന് ശേഷം നമ്മൾ ഇതിൽ കഴിച്ചു നോക്കുവാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ക്ഷമയില്ലാത്തവർക്ക് വേണമെങ്കിൽ കഴിക്കാം. അത്രയ്ക്കും ടേസ്റ്റാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ മക്കൾക്കും തീരെ ക്ഷമയില്ല കേട്ടോ. അവധിക്കാലമല്ലേ, കുട്ടികൾക്ക് ഇതേപോലെയുള്ള സ്വീറ്റ്സ് ഐറ്റംസ് ഒക്കെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് എല്ലാവർക്കും കൊടുക്കുക. എൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ടൈം കാണുമ്പോഴേക്കും ഗുഡ് ബൈ.